നമസ്കാരം. സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എന്നത്തെയും പോലെ പറക്കാട്ടിൻ്റെ വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള ബ്രാഞ്ചിൽ തന്നെയാണ്. ഇന്നത്തെ വിശേഷത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇന്നത്തെ കാഴ്ചയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പം നമുക്ക് ഒത്തിരി കല്യാണങ്ങളൊക്കെ വരുവാണ് സമയമാണല്ലോ. ഇപ്പോൾ സീസണാണ്. നമുക്ക് ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ ഒത്തിരി കല്യാണങ്ങളുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഒത്തിരി ബ്രൈഡ് നമ്മുടെ ഷോപ്പ് തേടി വരികയും പർച്ചേസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻക്വയറിയും വരുന്നുണ്ട്. എന്താ ഒന്ന് പിക്കുകൾ കാണിക്കുമോ, ഒരു ചെറിയ ഐഡിയ തരാനായിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത്തവണത്തെ കാഴ്ചകളിൽ നമുക്ക് ഈ ബ്രൈഡിന് ഒരുങ്ങാനുള്ള 2 സെറ്റുകൾ കാണിച്ചേക്കാന്ന്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. 2 ടൈപ്പ് സെറ്റാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ഒന്ന് കേരള ഡിസൈൻസ് ആണ്. കേരള ഡിസൈൻസും 916 ലെയർ ചെയ്തിട്ടുള്ള ആഭരണങ്ങൾ. ഇതും 916 ലെയർ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഔട്ടറിൽ നമ്മൾ ചെട്ടിനാട് ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. അതായത് മഞ്ഞ കളർ വരില്ല, ഒരു റെഡിഷ് ഫീലായിരിക്കും വരുന്നത്. കാരണം ഇപ്പോഴത്തെ സാരികൾ 916 കസവല്ല, കോപ്പർ കസവൊക്കെ ആയിരിക്കും സാരിയുടെ ഷെയ്ഡ് വരിക. അപ്പം അതിനോട് കുറച്ചും കൂടി യോജിച്ച് പോകുന്നത് ഇത്തരം കളറുകളോ അല്ലെങ്കിൽ നഗാസിൻ്റെ കളറുകളൊക്കെ ആയതുകൊണ്ട് നമ്മളും ആ ഒരു മാറ്റത്തിലേക്ക് നമ്മളും എത്തി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു സെറ്റാണ് ഈ കാണിക്കുന്നത്. അതിന് നമുക്കിപ്പോൾ 4 മാലയാണ് നമ്മളിതിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ബിഗ് ജിമിക്കയും. ഇതിങ്ങനെ ബ്രൈഡിന് ഇങ്ങനത്തെയും ജിമിക്ക വേണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ കുറേ പറയുന്നില്ല, ആകെയുള്ള റേറ്റാണ് പറയുന്നത്. ടോട്ടൽ റേറ്റ് 79,500 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ബ്രൈഡിന് ഒരുങ്ങാൻ നമ്മളുടെ മേല് അല്ലെങ്കിൽ ബോഡി നിറച്ച് ലുക്ക് കിട്ടാൻ, ഇതുപോലത്തെ അടിപൊളി ലുക്ക് കിട്ടാൻ ആകെ നമുക്ക് 79,500 രൂപയെ വരത്തുള്ളൂ. കുറേ ലക്ഷങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. അത് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കി തരുവാണ്. പിന്നെ ഇതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ ലക്ഷ്മി മാലകളാണ് കൂടുതൽ നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, താഴത്തെ മാല കുറച്ച് വീതിയായിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കണ ഒരു മാലയാണ് വേണ്ടത്, ലോക്കറ്റൊന്നും പാടില്ല. അപ്പം അങ്ങനത്തെ ഡിസൈൻ നമുക്ക് അത്യാവശ്യം എൻക്വയറി വരുന്നുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ കേരള സ്റ്റൈലാണ്. കേരള ഡിസൈൻ എന്ന് പറയുന്ന ഈ ഡിസൈൻ നമ്മൾക്ക് പലർക്കും ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഒരു ട്രഡീഷണൽ ഫീല് നമുക്കുണ്ട്. അതുകൊണ്ട് മുല്ലമാല അല്ലെങ്കിൽ പിച്ചിമാല, പിന്നെ വരുന്ന കാശുമാല, പിന്നെ ഇത് വരുന്ന പുലിനഹത്തിൻ്റെ ഒരു ഡൈ വെച്ചിട്ടുള്ള മാലയാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാമാലയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കേരള ട്രഡീഷണലും അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഡിസൈനും കൂടി, ഒരു ലോക്കറ്റൊക്കെ വരുന്ന ഒരു ഡിസൈനും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഡിസൈനിൽ വരുന്നത് ആകെയുള്ള റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ? ഇതിന് ആകെ വരുന്നത് 40,000 രൂപയാണ്. അപ്പോൾ ഒന്നറിയാം, നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലത്തെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിസ്സാര പൈസയിൽ നമുക്ക് ഈ പറയുന്ന ലക്ഷങ്ങളൊന്നും വേണ്ട. ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ 1,00,000 പോലും വേണ്ട. നമുക്ക് ആകെ വരുന്നത് 40,000 രൂപയാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യണ അല്ലെങ്കിൽ സെയിലുള്ള ഫ്ലോറിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സെയിലിലേക്കാണ്, സെയിൽ റേറ്റാണ് പറഞ്ഞത്. പക്ഷേ ഇത് കൂടാതെ നമുക്ക് റെൻ്റലും കൂടിയുണ്ട്. ഇവിടെ മേളിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഒരു ഫുൾ ഷോറൂം തന്നെ റെൻ്റലിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പറക്കാട് ജ്വൽസിൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലും ആഡുകളിലൂടെയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ അവിടുത്തെ റെൻ്റൽ ജ്വല്ലറിയുടെ റേറ്റും കൂടി നമുക്ക് പറയാൻ പറ്റും. അടുത്ത കാഴ്ചയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വരാം. അപ്പം നമുക്കിനി ബാക്കി എന്താണ്, ഇന്നത്തെ വിശേഷമാണ് കേൾക്കേണ്ടത്. അതെന്താണെന്നല്ലേ, വെയിറ്റ്. ഇപ്പം നമ്മളിത് വാങ്ങണ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഈ വാങ്ങിയാൽ മാത്രം പാടില്ല, ഇത് സൂക്ഷിച്ചു വെക്കണ്ടേ? അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയമാണ്, ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? കാരണം കുറച്ച് പേർക്ക് നമ്മളുടെ ബോക്സുകളിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഷെയ്ഡ് വേരിയേഷൻ കാണിച്ച പോലെയൊക്കെ തോന്നിയിരുന്നു. ഒന്നും ഞാൻ നിർബന്ധമായും ഞാൻ വാഷിംഗ് വീഡിയോ ഇട്ടിരുന്നു, പറയുന്നു, ഒരിക്കലും പെർഫ്യൂം അല്ലെങ്കിൽ മേക്കപ്പ്, അതിൻ്റെ മേക്കപ്പിൻ്റെ ഒക്കെ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ നമ്മുടെ ആഭരണത്തിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി അത് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞ് ഉണക്കി തോർത്തി എടുത്തിട്ട് മാത്രമാണ് സൂക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ പോലും നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു ചെറിയ കാര്യം, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ബോക്സുകളിൽ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പല ബോക്സുകളിലും നമ്മൾ വെക്കുമ്പോൾ ഇതെല്ലാം ഒട്ടിച്ചിരിക്കുന്ന പല കെമിക്കലുള്ള പശകൾ കൊണ്ടൊക്കെ ആയിരിക്കും.
അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആഭരണത്തിന് ആ ഒരു ഗമ്മിൻ്റെയും പശയുടെയൊക്കെ എഫക്റ്റ് ചിലപ്പോഴൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടാകാം. കാരണം നമ്മളിതൊക്കെ വെച്ചിട്ട് മിക്ക കസ്റ്റമറും 1-2 വർഷമൊന്നും തുറന്നു നോക്കാറില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. കല്യാണത്തിന് മേടിച്ചതായിരിക്കും, പിന്നെ അവർക്ക് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടാവില്ല, അവരിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഗൾഫിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഉള്ള കസ്റ്റമേഴ്സാണ് എന്നെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ട് ഞാനൊരു സപ്പോർട്ട് ചെയ്യുവാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനിത് പറയുവാണ്. ഞാൻ നമ്മുടെ കമ്പനി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലൊരു വൈറ്റ് കോട്ടൺ, ഇതിപ്പോൾ പ്യുവർ വൈറ്റ് ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ ഒരു ചെറിയ ക്രീമായി പോയി, എന്നാലും ഇതുപോലത്തെ ഒരു പ്യുവർ കോട്ടൺ തുണി എടുക്കുക, ഈ നമ്മുടെ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ വാങ്ങിച്ച ആഭരണം എന്താണോ അത് ഇതുപോലെ വെക്കുക, ഇതുപോലെ നമ്മൾ ഒരുക്കി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോക്സിൻ്റെ ഇതിൻ്റെ മേലെയുള്ള ലെയറും കൂടി ഇതിലേക്ക് കൃത്യമായിട്ട് വെച്ച് മടക്കി, ഒരു ഇത്തിരി ചെറിയ തുണി എടുത്താലും മതി, ഇതുണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ മടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടച്ച് ഭംഗിയായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ആഭരണം സൂക്ഷിച്ച് വയ്ക്കേണ്ടതെന്ന് നമുക്ക് പറയുന്നു. അതുപോലെ തന്നെ വളയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, ഇതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം അടിക്കണം കേട്ടോ, അഴുക്ക് പാടില്ല കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വയ്ക്കുക, ഇതുപോലെ ഇതിലേക്ക് വയ്ക്കുക, കണ്ടോ ഇങ്ങനെ അടച്ച് വയ്ക്കുക. ഇതുപോലെ എന്ത് വളയായാലും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കോട്ടണിൽ പൊതിയുക, എന്നിട്ട് എടുത്തു സൂക്ഷിച്ച് വയ്ക്കുക. എടുത്തു വയ്ക്കുമ്പോൾ മാത്രമാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. അടച്ചു വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാനുള്ള ഒരു ശ്രദ്ധയും കൂടി നമുക്ക് ഉണ്ടാവണം. അപ്പം ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പിന്നെ പറയുന്നത് ഇതുണ്ടോ, ഇതുപോലുള്ള റെഡ് പേപ്പറുകളിൽ പേൾ ഐറ്റങ്ങളൊന്നും തന്നെ വയ്ക്കരുത്. കാരണം പേളിനൊരു അബ്സോർവിങ് ടെൻഡൻസി ഉണ്ട്. അപ്പം നമ്മൾ കടകളിൽ നിന്ന് ചിലപ്പോൾ ഈ പേപ്പറിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരാരും പേളൊന്നും ഇതിൽ പൊതിഞ്ഞ് തരത്തില്ല. പക്ഷെ അല്ലാതെ എങ്ങാനും അബദ്ധത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പേപ്പറിൽ പേളോ മറ്റോ പൊതിഞ്ഞ് വെക്കരുത്. കാരണം പേള് പൊതിഞ്ഞ് വെക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ അല്ലെങ്കിൽ പറക്കാട്ടിൻ്റെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആഭരണങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ പേളൊക്കെ വെക്കുമ്പോൾ പേളിൻ്റെ കളറ് ഈ കളറായിട്ട് കിട്ടും. അതായത് അബ്സോർവിങ് ടെൻഡൻസി പേളിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊന്ന് പറയുവാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെയാണ് നമ്മൾ ആഭരണം സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മറന്നു പോകാതിരിക്കുക, ഞാനിത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒത്തിരി പേര് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്നും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നും എല്ലാവരിലൂടെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതിനൊരു അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരു 2 ആഴ്ച മുമ്പ് വരെ എനിക്ക് യൂട്യൂബൊന്നും ചെയ്ത് ശീലമില്ല. അപ്പോൾ തെറ്റുകൾ ഇപ്പോഴും പൂർണ്ണമായി മാറിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ തരുന്ന സപ്പോർട്ട് തുടർന്നും തരണം. സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുക. നന്ദി, നമസ്കാരം.